ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് NH66 നമ്മൾ ഈ കാണുന്ന NH66 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡുണ്ട്. ആ റോഡിന്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ലിങ്ക് റോഡിന്റെ NH66 ചേരുന്ന പോർഷന്റെ വർക്ക് അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മെറ്റൽ നമുക്കവിടെ ഡംപ് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ധാരാളം അയൺ റോഡ്സും ഇവിടെയുണ്ട്. വർക്കിംഗ് സ്റ്റാഫുകളെയും വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം ഒരു ബ്രിഡ്ജും നമുക്കിവിടെ കാണാൻ സാധിക്കും. പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പറയുന്ന വർക്കിംഗ് സൈറ്റിലേക്ക് പോകുന്ന സൈഡിലൂടെ ഒരു ബൈ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിലേക്ക് നടക്കുന്ന വർക്കിനെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് നൽകുന്നത്. ഇത് 9ാമത്തെ വർക്ക് അപ്ഡേഷനാണ്. നമ്മൾ വർക്ക് തുടങ്ങിയതിന് ശേഷം 9ാമത്തെ അപ്ഡേഷനാണ് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് പോകേണ്ടത് നമ്മൾ ഈ നിൽക്കുന്ന ബ്രിഡ്ജിന്റെ 2 പോർഷനുണ്ട്. പലർക്കും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഈ ബ്രിഡ്ജിന്റെ 2 സൈഡിലും അല്ലെങ്കിൽ NH66 2 സൈഡിലുമായിട്ട് ബൈ റോഡ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതാ 2 സൈഡിലുമായിട്ട്, അതായത് ഇടതും വലതും 2 സൈഡിലുമായിട്ട് ബൈ റോഡുകൾ ഉണ്ട് എന്നാണ് ഞാൻ വ്യക്തമായിട്ട് ഇതുവരെയായിട്ട് ഞാൻ കാണിച്ചിരുന്നില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ പറയുന്ന വർക്ക് നടക്കുന്ന വർക്കിംഗ് സൈറ്റിലേക്ക് ഏത് വഴി പോകാനായി സാധിക്കും, അതായത് NH66 മുന്നോട്ട് പോയിട്ട് ഏത് വഴിയാണ് നമുക്ക് ആ സൈറ്റിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നു. അതുമാത്രമല്ല, നമ്മളിവിടെ ഈ പറയുന്ന NH66 പോർട്ടിൽ നിന്ന് വരുന്ന ലിങ്ക് റോഡ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാം. കാരണം എങ്ങനെയൊക്കെ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ഷൻ പോർഷൻ കണക്ട് നേരെ ഈ ബ്രിഡ്ജിന്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോറികൾക്ക്, കണ്ടെയ്നർ ലോറികൾക്ക് വളഞ്ഞു പോകാൻ സ്ഥലമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിലവിലെ പൊസിഷൻ നമുക്കറിയാം. ഇനി മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിലവിലെ പൊസിഷൻ നമുക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ സൈഡിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പോകുന്നത് NH66 ഞാൻ പോകുന്നത്. ഇപ്പോൾ വളരെ ദൂരെയായിട്ട് സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. കുറച്ചുകൂടി അടുത്തെത്തിയാൽ മാത്രമേ നമുക്കത് വായിച്ചെടുക്കാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കന്യാകുമാരി, മധുരൈ, നാഗർകോവിൽ എന്നീ സ്ഥലങ്ങളുടെ, അതായത് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളാണ്. ഈ റോഡ് നേരെ പോകുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ലിങ്ക് ചെയ്തിട്ടില്ല. തമിഴ്നാട് എന്ന് പറയുമ്പോൾ കളിയിക്കവിളയ്ക്ക് തൊട്ടടുത്താണ് ഈ റോഡ് ചെന്ന് ലിങ്ക് ചെയ്യുന്നത്. കളിയിക്കവിള ടച്ച് ചെയ്യാതെ കന്യാകുമാരിയിലേക്ക് പോകുന്ന വിധത്തിലാണ് റോഡ് വർക്കിംഗ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരോട് വരെയാണ് നിലവിലത്തെ റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ കഴക്കൂട്ടൻ ടു കാരോട് റോഡാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പക്ഷേ തീർച്ചയായിട്ടും കന്യാകുമാരി വരെ ഇത് ലിങ്ക് വരും. ആ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ആ വർക്കിൻ്റെ അപ്ഡേഷനും തുടർന്ന് ഈ ചാനൽ തന്നെ അപ്ഡേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇടതുവശത്തൂടെ നമുക്ക് റോഡ്, ഒരു ബൈ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബൈ റോഡിലൂടെയാണ് നമുക്ക് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലേക്ക് പോകേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബൈ റോഡ് 2 തിരിയുന്നുണ്ട്. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിയുന്നുണ്ട്. ഏത് വഴിയിലൂടെയാലും നമുക്ക് മുകളിലത്തെ ബ്രിഡ്ജിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് ഈ വഴിയിലൂടെയാണ് പോകുന്നത്. അധികം തിരക്കുണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കുള്ളത് കാരണം നിലവിൽ ആഴിമല ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ആ റോഡും കാണിച്ചു തരാം. ആഴിമല ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ധാരാളം NHലേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും എല്ലാവരും NHലേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ്. ഇപ്പോൾ നമുക്ക് ആ വലിയ ബസ് കാണാൻ സാധിക്കുന്നത് എല്ലാം തീർത്ഥാടകർ തന്നെയാണ്. അല്ലെങ്കിൽ ഈ റോഡിൽ അധികം തിരക്കുണ്ടാവാറില്ല. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ ഹമ്പുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർക്കറിയാം, ചെറിയൊരു ഹമ്പുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ട്, അതായത് വീഡിയോൻ്റെ ഇടത്തുവശത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നേരെ കാണുന്ന റോഡ് നേരെ ആഴിമല ക്ഷേത്രത്തിൻ്റെ ആ റോഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ടിൻ്റെ സൈഡിലൂടെ ബൈ റോഡ് എത്താൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH66 ബൈ റോഡാണ്. എനിക്ക് തോന്നുന്നു ഒരു ട്രക്കിനൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന വിധത്തിൽ വീതിയുണ്ട്. നമുക്ക് നോക്കാം. ഈ ബൈ റോഡ് കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ആ റോഡ് വ്യക്തമായിട്ട് മനസ്സിലാവും. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബൈ റോഡിലൂടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം പലരും സംശയം ചോദിച്ചിട്ടുണ്ട്, പലർക്കും അറിയില്ല നിലവിൽ 2 സൈഡിലും ബൈ റോഡുണ്ടോ, ബൈ റോഡിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വണ്ടിയിലൂടെ തന്നെ പോയി ബൈ റോഡ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്
വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം നമുക്കിപ്പോൾ ഈ നമ്മുടെ ലിങ്ക് റോഡ് ഈ പറയുന്ന NH66 വന്നു കഴിഞ്ഞാൽ ഇതുവഴിയായിരിക്കും ധാരാളം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ എൻട്രൻസ് കാണാൻ സാധിക്കും. അതായത് ഈ പറയുന്ന കാരോട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്ക് ഈ റോഡിലൂടെ ഇനി പ്രവേശിക്കുന്നതിനാണ് നേരത്തെ നമ്മൾ കണ്ട തൊട്ടൊരു എൻട്രൻസ് പോർഷൻ ഈ റോഡിലേക്ക് ഈ പറയുന്ന കണക്ഷൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നിലവിൽ അവിടെ ഒരു എൻട്രൻസ് പോർഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രിഡ്ജ് പോർഷൻ നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ. ഇവിടെ ഇപ്പോൾ ഇച്ചിരി തിരക്കും വണ്ടികളൊക്കെ ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴിമല ക്ഷേത്രത്തിലേക്ക് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഈ ലിങ്ക് റോഡല്ല, തൊട്ട് മുകളിലത്തെ റോഡ്. അതിനാൽ ഇവിടെയും ഈ റോഡ് നേരെ പോയി കഴിഞ്ഞ് ഈ ലിങ്ക് റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹൈവേയിൽ നിന്നും നമുക്ക് വിഴിഞ്ഞത്തേക്ക് എത്താൻ സാധിക്കും ഈ ലിങ്ക് റോഡ്. ഇനി ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്, ഇവിടെ നിന്നും ലെഫ്റ്റ് തന്നെ തിരിഞ്ഞു പോകേണ്ടത്. ഈ സൈഡിൽ നമുക്ക് വണ്ടി വെച്ചതിന് ശേഷം കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ആ വർക്ക് നടക്കുന്ന പോർഷൻ, ഫസ്റ്റ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് വണ്ടി സൈഡിൽ വെച്ചതിന് ശേഷം ഇനി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലം കാണിക്കാം. കണ്ടോ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത്. കണ്ടോ ഇതാ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വന്ന വഴി ഈ റോഡിലൂടെയാണ്, നമ്മൾ ഈ കണക്ഷൻ റോഡിലൂടെയാണ് വന്നത്. കണ്ടോ ഈ റോഡ് നേരെ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണെങ്കിലും ഈ പറയുന്ന സ്ഥലത്തൂടെയാണെങ്കിലും ഒരു കണ്ടെയ്നർ ലോറി സുഖമായിട്ട്, അത് 40 ഫീറ്റായാലും 20 ഫീറ്റായാലും ഈസി ആയിട്ട് കടക്കാൻ വിധത്തിൽ വലിയൊരു പോർഷൻ തന്നെയാണ്, അണ്ടർപാസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് തൊട്ടിപ്പുറത്ത് പലരുടെയും സംശയമാണ്, തൊട്ടിപ്പുറത്തും ഇതുപോലെ ബൈ റോഡ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇതുവരെ അത് കാണിച്ചിട്ടില്ല. കാരണം കൂടുതൽ കണക്ഷൻ വരുമ്പോഴുള്ള ഡൗട്ട്സ് ആണുണ്ടോ. ഇവിടെ ഇപ്പുറ സൈഡും തീർച്ചയായിട്ടും ഒരു ബൈ റോഡുണ്ട്. ഇതാ ഇവിടെ നിന്നും ലോറികൾക്ക് തിരിഞ്ഞു പോകാനും ഹൈവേയിലേക്ക് കയറാനും സാധിക്കും. ഇതാ ഇവിടെയും നമുക്ക് കണക്ഷൻ റോഡുണ്ട്. ഉണ്ടോ തീർച്ചയായിട്ടും വലിയ ലോറി വന്നാലും ഇതിലൂടെ, അതായത് ഈ അണ്ടർപാസിലൂടെ കടന്ന് നമുക്ക് NH വളരെ വേഗത്തിൽ പ്രവേശിക്കാനായി സാധിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. റോഡിൻ്റെ വീതിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാകും. ഈ അണ്ടർപാസിൻ്റെ വീതിയും നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട, അതായത് നമ്മുടെ NH66 കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ എൻഡ് പോർഷനാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. കഴിഞ്ഞ 8 വീഡിയോയും അല്ലെങ്കിൽ കഴിഞ്ഞ 8 വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല രീതിക്കാണ്, ചിലപ്പോൾ പോർട്ടിൻ്റെ സൈഡിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലത്തു നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ധാരാളം അയൺ റോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കോൺക്രീറ്റ് മിക്സർ മെഷീനുണ്ട്. പിന്നെ എഞ്ചിനീയേഴ്സ് താമസിക്കേണ്ട സ്ഥലം നമുക്കവിടെ കാണാൻ സാധിക്കും. ധാരാളം വർക്ക് സ്റ്റാഫുകൾ അടുത്തുണ്ട്. എപ്പോഴും ഇൻസ്പെക്ഷൻ ഉണ്ട്. നമ്മുടെ പോർട്ടിൽ നിന്നുള്ള ഇൻസ്പെക്ഷൻ ടീം എപ്പോഴും ഇവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ കാണുന്ന ബൈ റോഡ് വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് നടക്കുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽ അറിയാൻ സാധിക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ബൈ റോഡ് ഉള്ളത് നമ്മുടെ ഈ ലിങ്ക് റോഡിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പണ്ട് മുതലേ ഇവിടെയുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയുള്ള റോഡ്, പെർമനൻ്റ് റോഡ് തന്നെയാണിത്. പക്ഷേ ആ റോഡുള്ളത് കാരണം ഈ ലിങ്ക് റോഡിലേക്കുള്ള മെറ്റീരിയലെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതിനും റോഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിനും തീർച്ചയായിട്ടും ഉപകാരം തന്നെയാണ്. കാരണം ധാരാളം ലോറികളാണ് ഇതുവഴി നമ്മുടെ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണലും നിലവിൽ മെറ്റീരിയലും നമ്മൾ ഈ കാണുന്ന മെറ്റലും സിമൻറ്റും ഉൾപ്പെടെ എല്ലാ പ്രോസസ്സും ഇതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ആഴിമല കഴിഞ്ഞ് വന്നൊരു വണ്ടിയാണ്. അതും ആ റോഡ് വഴിയും ഇങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കും. അടുത്തുള്ളവർ തന്നെ ആയിരിക്കും, അതാണ് അവർക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഇവിടെ സൈഡിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഇത് നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജാണ്. അതായത് നമ്മുടെ NH66 നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജും പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജുമാണ്. അതെ, ഇവിടെയെല്ലാം വലിയ മാറ്റങ്ങളോടെയാണ് വർക്ക് നടക്കുന്നത്. അതിശയിപ്പിക്കുന്ന മാറ്റം എന്ന് തന്നെ പറയാം. കാരണം തുടർന്നുള്ള 8 വീഡിയോയും തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഈ മാറ്റം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഈ 8 വീഡിയോയിലും ഇവിടെ നടക്കുന്ന ലിങ്ക് റോഡിൻ്റെ ഹിസ്റ്ററി തീർച്ചയായിട്ടും ഉണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം വ്യത്യാസമാണെന്ന് ഇവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ധാരാളം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ആ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് കളയുന്നതിന് ഇപ്പോൾ എല്ലായിടത്തും പമ്പ് സെറ്റ് ഉണ്ട്. പമ്പ് ചെയ്ത് കളയുന്നതിന് ശ്രമിക്കുന്ന വർക്കിംഗ് സ്റ്റാഫുകളെ കാണുന്നതോടൊപ്പം ഇപ്പോൾ നമുക്ക് ഈ പോർഷനിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മീറ്ററോളം പൂർണ്ണമായിട്ടും മണ്ണ് മാറ്റിയതിന് ശേഷം ഇവിടെ ജിയോ ക്ലോത്തും ഈ പറയുന്ന ജിയോ ഗ്രിഡും ഇട്ട് ഫില്ല് ചെയ്ത് വരികയാണ്. അതിൻ്റെ സൈഡിൽ പാനലും വെക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ പോർഷനിൽ പാരലായിട്ട് ഹൈറ്റ് കിട്ടാൻ വേണ്ടി അവിടെ പാനൽ വെച്ചിട്ടാണ് ഇനി ഇവിടെ മണ്ണ് ഫില്ല് ചെയ്ത് പോകുന്നത്. കണ്ടോ, അതിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഒരു ഹെവി ക്രെയിനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും അടുത്താണ് നമുക്ക് ക്രെയിൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ക്രെയിനിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഈ ഹെവി വെയിറ്റുള്ള അല്ലെങ്കിൽ വലിയ വെയിറ്റുള്ള ഈ പറയുന്ന പാനലിംഗ് ഫിക്സ് ചെയ്യുന്ന സ്റ്റാഫുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന വർക്ക് ഇതാണ്. ഇവിടെ പാനലിംഗ് ഫിക്സ് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അതായത് അത് മാസങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോ അല്ല, ഒരാഴ്ച പോലും ആയിട്ടില്ല, ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ വലിയൊരു മാറ്റങ്ങളിലേക്ക് വരുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത് വിഴിഞ്ഞം പോർട്ടും NH-66 തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് എന്ന് നമുക്ക് പ്രീവിയസ് വീഡിയോയും നിലവിലെ വീഡിയോയും കമ്പയർ ചെയ്ത് തന്നെ മനസ്സിലാകും. ഇപ്പോൾ നിലവിൽ ഇവിടെ വെള്ളക്കെട്ടൊന്നും ധാരാളമായി കാണുന്നില്ല. നേരത്തെ ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. നമ്മൾ ഈ പാനൽ വെച്ച് വരുന്ന പൊസിഷൻ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാകണ്ടോ. കറക്റ്റ് ലെവൽ ചെയ്ത് പാനൽ ഇങ്ങനെ ഇവിടെ മൊത്തത്തിൽ വെച്ച് വരികയാണ്. ഈ പാനൽ വെക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് പോർഷൻ തന്നെയാണ്. കണ്ടോ, ബേസ്മെൻറ്റ് പോലെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അവിടെ പാനൽ ഫിക്സ് ആയി വരുന്നത്. അത് ഞാൻ അങ്ങോട്ട്, അതായത് കുറച്ച് മുന്നേ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നത് കാണാൻ സാധിക്കും. എല്ലായിടത്തും പാനലിങ് അങ്ങനെ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ ലെവൽ കറക്റ്റ് മെഷർ ചെയ്യുകയാണ്. നിലവിൽ ഇതൊരു സീനിയർ എഞ്ചിനീയറും സൈറ്റ് എഞ്ചിനീയറും ധാരാളം എഞ്ചിനീയേഴ്സിൻ്റെ പ്രസൻസ് തന്നെയാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഊറ്റാണ്. ഊറ്റ് പോലെ, കാരണം ഒരു കണ്ടം പ്ലേസ് അല്ലെങ്കിൽ വയൽ പോലത്തെ പ്ലേസ് ആയതുകൊണ്ട് നിലവിൽ ധാരാളം വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം കുഴി പോലെ ആക്കിയിട്ട് ആ വെള്ളം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം പമ്പ് ചെയ്ത് കളയുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ക്രെയിൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്രത്തോളം വർക്ക് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം, എങ്കിലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അവിടെ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിരുന്നത്. ഈ ഒരു പോർഷൻ, അതായത് ഈ ക്രെയിന് വന്ന ഈ ഒരു പോർഷനൊക്കെ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ മൊത്തം ചെളിയായിരുന്നു, അത് കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദിവസങ്ങൾക്ക് അകം തന്നെ വലിയൊരു മാറ്റത്തിലേക്കാണ് നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ. വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. വളരെ ദൂരെയായിട്ട് വർക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ വർക്ക് അപ്ഡേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയി നമുക്ക് തൊട്ട് മുന്നിലോട്ട് പോയിട്ട് ഇവിടെ നടക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നല്ല ചെളിയും മണ്ണിൻ്റെ ഊറ്റും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം. ആ വെള്ളക്കെട്ട് കണ്ടോ, തെളിഞ്ഞ വെള്ളമാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കലങ്ങലുള്ളത് കൊണ്ട് ഓര് പോലത്തെ ഒരു വെള്ളം, അതായത് നമ്മൾ ഈ പറയുന്ന കണ്ടം പ്ലേസ് പോലത്തുള്ള വെള്ളം, അത് അടിച്ചു കളയുന്നതിന് ഒരു മോട്ടറും നിലവിൽ അവിടെ ഒരു പമ്പും കാണാൻ സാധിക്കും. അതുപയോഗിച്ച് അവിടെ കുഴിച്ചതിന് ശേഷം ഈ വെള്ളമെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടോ. ഇവിടെ ഒരു വലിയ കുഴി എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം അവിടെ വെള്ളമെല്ലാം ഇവിടെ വന്നു ഇവിടെ നിന്നും പൂർണ്ണമായിട്ട് പമ്പ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ട്. എല്ലാ വർക്കിംഗ് സൈറ്റിലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വർക്കിംഗ് സൈറ്റിൽ പ്രത്യേകമൊന്നുമില്ല. ഇതുപോലുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ സൈറ്റുകളിലും ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ പാനൽ ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഈ പാനൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് അവിടെ തന്നെയുണ്ട്, കാണാൻ സാധിക്കും. കോൺക്രീറ്റ് ബേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പാനൽ ഓരോന്നെടുത്ത് വെക്കുകയാണ്. ഇത് ലോക്കാണ് പാനൽ സൈഡായിട്ട്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ. ഇനി അതിപ്പോൾ ചെയ്യുന്നത് നിലവിൽ നമ്മൾ പഴയ രീതിയിൽ തന്നെ കയറ് കെട്ടിയതിന് ശേഷം അത് ലെവലിംഗ് ചെയ്യുന്ന രീതിയാണ്. അതായത് 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ ലെവൽ ചെയ്യുവാണ്. ആ ഒരു ജോലിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇത്രത്തോളം അടുത്ത് നമുക്ക് ലെവൽ ചെയ്യുന്നത് അധികമായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഒന്ന് ഈ ലെവൽ ചെയ്യുന്ന വീഡിയോ കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മൾ നൽകുന്നത്. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയി മുന്നോട്ട് പോകുന്നത് നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഈ പറയാതെ തന്നെ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കും. പിന്നെ ഞാനിത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പലപ്പോഴും പലർക്കും നമ്മുടെ വീഡിയോ കാണുന്ന പലരും സിവിൽ എഞ്ചിനീയറും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടവർ തന്നെയായിരിക്കും. അവർക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അത് ഇപ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നപ്പോൾ തന്നെ ചിലപ്പോൾ ചില തെറ്റുകൾ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫീൽഡിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് എനിക്കും കുറച്ച് ക്ലിയർ ആവും. അതുമാത്രമല്ല ഈ വീഡിയോ കാണുന്ന പലർക്കും അത് ഉപകാരമാവും. പക്ഷേ മാക്സിമം ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. പലപ്പോഴും പല സൈറ്റ് എഞ്ചിനീയറും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പറഞ്ഞു തരും. ഒരിക്കൽ പറഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് വർക്ക് നടക്കുന്നത്. പലപ്പോഴും എല്ലാവരും പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെയാണ് വർക്ക് നടക്കുന്നത്. അതും വളരെ സൗഹൃദത്തോടെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊരു വളരെ സന്തോഷം തന്നെയാണ്. നീ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് ഈ പാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചങ്ങ് നീക്കണമെങ്കിൽ തന്നെ ക്രെയിനിൻ്റെ സഹായം തന്നെ വേണം. ഈ പാനൽ നിലവിലൊരു ബെൽറ്റ് ഇത് റോപ്പ് പോലെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ പാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാൻ സാധിക്കും. കേട്ടോ, നല്ല വെയിറ്റ് ഉള്ളതാണ്. അതിനാൽ ക്രെയിനിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ പാനൽ ഫിക്സ് ചെയ്യാൻ 1-2 ക്രെയിനുകൾ നമ്മൾ ഈ കാണുന്ന സൈറ്റിൽ എല്ലായിടത്തുമുണ്ട്. അതിലൊരു ക്രെയിനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ക്രെയിനിനെ കണ്ടോ. ഇനി വളരെ ദൂരെയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കിലേക്ക് പോയപ്പോൾ പാനൽ ഫിക്സ് ചെയ്യുന്ന വർക്കാണ് നമ്മളിപ്പോൾ
പുതുതായിട്ട് വന്ന മാറ്റമാണ് കേട്ടോ ഈ പാനൽ ഫിക്സ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിലൊന്നും ഈ പാനൽ ഫിക്സിങ് ഇല്ലായിരുന്നു. ഇപ്പോൾ വന്ന മാറ്റമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതാ നമുക്കിവിടെ ഒരു എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ പോകുന്ന ഈ പോർഷനാണ് കുള മാറ്റി കിടന്നൊരു പ്ലേസ്. ബാക്കി എല്ലാ പോർഷനും നികത്തിയെടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ നികത്തിയെടുത്തിരുന്നില്ല, നികത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ എന്താ വർക്ക് നടക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് വന്ന് നോക്കിയാൽ അറിയാവുള്ളൂ. ഇത് നമ്മുടെ പോർട്ടിൽ നിന്നുള്ളത് ഡ്രഡ്ജ് ചെയ്ത മണലാണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് അടുത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇതാ ഇപ്പോൾ നമ്മൾ അവസാനത്തെ കുളം, അതായത് ഈ കുളം പൂർണ്ണമായിട്ടും ചെളി പൂർണ്ണമായിട്ടും മാറ്റി മാറ്റി വരുന്ന കാഴ്ചയാണ് കാണുന്നുണ്ടോ. അത്രയും മണ്ണ് കുഴിച്ച് മാറ്റിയതിന് ശേഷം ഏതാണ്ട് ഒരു 4-5 മീറ്ററോളം മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ സോയിൽ കണ്ടീഷൻ നോക്കി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം നമ്മുടെ ബേസായിട്ട് ജിയോ ഗ്രിഡാണ് ഇടുന്നത്. ജിയോ ഗ്രിഡിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കാണുന്ന സാൻഡ് ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈഡിലെ ചെളിയെല്ലാം പൂർണ്ണമായിട്ടും എക്സ്കവേറ്റർ ഉപയോഗിച്ച് മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇത് ഇത്രയും കുഴിച്ചപ്പോഴാണത് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. ഇത്രത്തോളം മണ്ണ് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. അടിയിലോട്ട് പോകുമ്പോൾ ചെളി നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ആ ചെളി കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ ചെളി. അതായത് സാധാ ഒരു ചെളി എന്ന് പറയാൻ പറ്റില്ല, പണ്ടത്തെ കണ്ടൽ ഈ കുളം പോലത്തെ സ്ഥലം എന്ന് പറയാം, അല്ലെങ്കിൽ വയലിലെ ചെളി മാറ്റുന്ന കാഴ്ച. അത് മാത്രമല്ല ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മാറ്റുമ്പോൾ ഉറച്ച പ്രതലം വരെയാണ് പൂർണ്ണമായിട്ടും ഈ ചെളി കോരി മാറ്റുകയാണ്. അല്ലാതെ ഈ ചെളിയുടെ മുകളിൽ വർക്ക് നടക്കുന്നില്ല. നമ്മൾ പലപ്പോഴായിട്ട് ആ വീഡിയോയിൽ, നമ്മൾ തുടക്കം മുതലുള്ള വീഡിയോയിൽ കണ്ടതാണ്, പൂർണ്ണമായിട്ടും ചെളി കോരി മാറ്റി പ്രതലം ഉറപ്പുവരുത്തിയ ശേഷമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം. അടുത്ത് കുറച്ച് നടന്നാൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കിനി സൈറ്റിലോട്ട് അകത്തോട്ട് ഇറങ്ങാനായിട്ട് കൂടുതൽ സാധിക്കില്ല. കാരണം അതെല്ലാം വർക്കിംഗ് പ്രോഗ്രസ് നടക്കുവാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് വർക്ക് അവിടെ നടക്കാത്ത കാരണം സൈഡിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങിയേക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വർക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പുറത്ത് നിന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വ്യൂവും കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അധികം നമുക്ക് വ്യൂ കിട്ടില്ല. ഇവിടെ നോക്കിയാലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ. വളരെ ദൂരെയായിട്ട് നമ്മൾ കണ്ട പ്ലേസ് അല്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും നികന്നു വന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷൻ മാത്രമാണ് കുറച്ച് വെള്ളക്കെട്ടും ചെളിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. അതെല്ലാം വളരെ വേഗം, അതായത് ഡേ നൈറ്റാണ് വർക്കെല്ലാം നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം മുന്നോട്ട് പോകുന്നത്. ഒരിടത്തും ഒരു ലാഗും, ഞാനത് പറയേണ്ട കാര്യമില്ല. ലാഗ് ഇല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, 9ാമത്തെ വീഡിയോ ആണ് ഇത് അപ്ഡേഷൻ ചെയ്യുന്നത്. നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ 9ാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ 9 വീഡിയോയും തീർച്ചയായിട്ടും കാണാത്തവർ 8 വീഡിയോളം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ 9ാമത്തെ വീഡിയോയിൽ മാറ്റം, ആ ഡേറ്റ് കൂടി നോക്കിക്കഴിഞ്ഞാൽ 9ാമത്തെ വീഡിയോയിൽ നിന്ന് മാറ്റം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം നടക്കുന്നതെന്നുള്ളത്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, അതായത് ഇപ്പോൾ ഏറ്റവും എൻഡ് പോർഷനാണ് നമ്മൾ ഈ കണ്ടത്, അതായത് ചെളി കോരുന്ന പോർഷൻ. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ജിയോ ക്ലോത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല പോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണൽ പൂർണ്ണമായിട്ടും ഇവിടെ ഫില്ല് ചെയ്തും കാണാൻ സാധിക്കും. ഇത് ആ ഭാഗത്തെല്ലാം കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അത് പമ്പ് ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റുന്നതായിരിക്കും. എത്രത്തോളം അടിച്ചു മാറ്റിയാലും ഈ സൈഡിലത്തെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ സ്ഥലത്തുള്ളതെല്ലാം. അതിനാൽ ഈ സ്ഥലമെല്ലാം പൂർണ്ണമായിട്ടും വെള്ളം മാറ്റിയതിനു ശേഷം ചെളിയെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവിടുത്തെ ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റുന്ന വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ ഈ പോർഷനൊക്കെ വലിയൊരു കുളവും ചെളിയുമായിരുന്ന പ്ലേസ് എല്ലാം ഇപ്പോൾ നമുക്ക്, അതായത് പണ്ടത്തെ ആ ഒരു മാറ്റം നമുക്ക് ഭയങ്കര വ്യത്യാസമായിട്ടാണ് തോന്നുന്നത്. കാരണം പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഈ പ്ലേസ് എല്ലാം എങ്ങനെ കടന്ന് നമുക്കൊരു ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് മണ്ണിട്ട് നികത്തിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ടാണ് ഈ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഓരോ ലെയറും 25 അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ വരെ മണ്ണിട്ടതിന് ശേഷം, അല്ലെങ്കിൽ കോമ്പാക്ട് ചെയ്തതിന് ശേഷം മണ്ണിട്ട്, കാരണം ഈ മണലിട്ടതിന് ശേഷം മെഷീൻ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്ത് 25-30 സെൻറ്റിമീറ്റർ ആക്കിയതിന് ശേഷമാണ് ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഈ പറഞ്ഞ ജിയോ ക്ലോത്ത് ഓരോ ലെയർ ബൈ ലെയറായിട്ട് ഫില്ല് ചെയ്ത് നിലവിൽ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് വരുന്നത്. അതിനാൽ സൈഡിലെ പാനലിംഗ്, അത് ഈ പറയുന്ന ജിയോ ക്ലോത്ത് ഇട്ട് ഫില്ല് ചെയ്യുന്നതോടൊപ്പം ഈ പറയുന്ന പാനലിങ്ങിൻ്റെ വർക്കും അതേ പൊസിഷനിൽ തന്നെ നടക്കുന്നുണ്ട്. ഓരോ ലെയർ മാറുന്നതനുസരിച്ച് പാനലിംഗ് കൂടുതലായിട്ട് വെച്ച് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പാനലിംഗ് തന്നെ ഒരു ചെറിയ ടെൻഷനിൽ നമ്മൾ ഈ കാണുന്ന റോഡിലൂടെ ഈ പറയുന്ന ജിയോ ഗ്രിഡ് ഇട്ട് കണക്ട് ചെയ്തിട്ടാണ് വർക്ക് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ എത്ര വലിയ ലോഡ് വന്നാലും തീർച്ചയായിട്ടും ഈ പറയുന്ന താഴ്ന്നു പോവുകയോ ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്കല്ല ടാറല്ല എന്തിട്ടാലും ശരി തന്നെ താഴ്ന്നു പോകുന്ന ഒരു പ്രതിഭാസം വരില്ല. ഇതുപോലുള്ള വർക്കിംഗ് സൈറ്റുകളെല്ലാം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടത്തുന്നത്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ വർക്ക് ചെയ്യുന്നവർക്കും ഈ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും
ഇതൊരു കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡാണെന്ന് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ വർക്കെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ചിലവർക്ക് ഡൗട്ടുണ്ട്, ഇതിങ്ങനെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പലരും പറയും പോലെ എനിക്ക് തോന്നി. അതൊന്ന് ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ അപ്പോഴപ്പോഴായിട്ട് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും കാണുന്നതോടൊപ്പം വളരെ ദൂരെയായിട്ട് ഹെവി എക്സ്കവേറ്റർ ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റുന്ന കാഴ്ചയും കാണാം. ഇനി നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ലഞ്ച് ബ്രേക്ക് ആയിരിക്കുന്നത് ഉച്ചയാണ്, നല്ല വെയിലും പൊടിയുമുണ്ട് ഈ സൈഡിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. മാസ്ക് ഒക്കെ ഇട്ട് നമ്മളെ കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പൊടിയൊക്കെ കുറച്ച് അലർജിയുടെ പ്രശ്നം, അലർജിയല്ല, തുമ്മലും ജലദോഷമൊക്കെ തീർച്ചയായിട്ടും മാറുന്നില്ല ഈ പൊടിയടിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സൈഡിലൂടെയുള്ള പാനലിങ്ങിൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നുണ്ടോ. ഈ പാനലിങ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഹൈറ്റ് കൂട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, നേരത്തെ ഉള്ള ഹൈറ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഈ പാനലിങ്ങിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നിലവിൽ സർഫസ് ഏരിയ, അതായത് റോഡിൻ്റെ സർഫസ് ഏരിയ പൂർണ്ണമായിട്ടും നമ്മൾ ജിയോ ഗ്രിഡ് ഇട്ട് അല്ലെങ്കിൽ ജിയോ ക്ലോത്ത് ഇട്ട് ഫില്ല് ചെയ്ത് മുകളിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്ക് മുന്നേറുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ അപ്ഡേഷനിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും ഒരു ക്രെയിൻ ഉണ്ട്, കാരണം ഇവിടെയും പാനലിംഗ് വർക്ക് ധാരാളമായിട്ട് ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തെടുത്ത കാഴ്ച. ഇനി നമ്മൾ കുറച്ചപ്പുറത്തു നിന്നും കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പാനലിങ് ഈ ജിയോ ഗ്രിഡ് ഉപയോഗിച്ച് ഒരു ചെറിയൊരു ടെൻഷനില്ല, ഒരു ഹെവി ടെൻഷനിൽ തന്നെ പറയാം, നമ്മൾ ആ റോഡിൻ്റെ സെൻറ്ററിലൂടെ ഫിക്സ് ചെയ്യുന്ന ജോലികളാണ് നമ്മൾ വളരെ ദൂരെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. പാനൽ ഹൈറ്റ് ഇവിടെ കൂടിയിരിക്കുന്നു. വേണമെങ്കിൽ നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലികൾ നടക്കുന്നത് കാണാൻ സാധിക്കണ്ടോ. അതാ ആ വർക്കിംഗ് സൈറ്റിലെ സൈറ്റ് എഞ്ചിനീയറാണത് കണ്ടോ. ഈ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് വളരെ ഫാസ്റ്റായിട്ട് അതായത് നമ്മൾ ഈ പറയുന്ന ഓരോ പാനലിങ്ങും എനിക്ക് തോന്നുന്നു ഒരു പോർഷനിൽ, അതായത് മുകളിലും താഴെയായിട്ട് ഏകദേശം 12ഓളം ഹൂക്കുകളാണുള്ളത്. ഈ 12ഓളം ഹൂക്കുകളിലാണ് നിലവിൽ ഈ പറയുന്ന ജിയോ ഗ്രിഡ് ഇട്ട് ഒരു ടെൻഷനിൽ നമ്മൾ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ പറയുന്ന മണ്ണിട്ടതിന് ശേഷം, മണ്ണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണലും പിന്നെ ഈ പറയുന്ന ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ഫില്ല് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ പാനലിങ്ങും ഹെവി ടെൻഷനിൽ തന്നെയായിരിക്കും. മണ്ണിട്ട് വരുമ്പോഴത്തേക്കും ഒരു കാരണവശാലും പാനലിങ് അനങ്ങില്ല, കാരണം അകത്തോട്ടാണ് ടെൻഷൻ വന്നിട്ടുള്ളത്. അതിനാൽ ഇത് അനങ്ങുകൂടെയില്ല. അങ്ങനെ വളരെ ഇപ്പോൾ രണ്ട് സൈഡിലും, ഈ സൈഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ സൈഡും കണ്ടോ, റോഡ് പൊങ്ങി വന്നിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ. ആ പാനലിങ്ങിൻ്റെ രണ്ടാമത്തെ പാനലിങ്ങിൻ്റെ പകുതിയോളം അവിടെ ഹൈറ്റ് കൂടിയിരിക്കുന്നുണ്ടോ. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറുമാണ് ഹൈറ്റിൽ വരുന്ന വലിയൊരു വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. ലക്ഷണമെന്ന് പറയാൻ പറ്റില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 9ാമത്തെ വീഡിയോ ആണ് അപ്ഡേഷൻ ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള 8 വീഡിയോയിലും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത്. നമുക്ക് ഇനി സൈഡിലൂടെ റോഡിലേക്ക് പോകാം. ഈ പറയുന്ന ബൈ റോഡ് ഉള്ളത് കൊണ്ടാണ് ഈ വശത്തൂടെയൊക്കെ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കാനായി സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊന്നും പോകാനായി സാധിക്കില്ല, കാരണം ഇവിടെ കൂടി ഇറങ്ങിപ്പോകാൻ സാധിക്കില്ല. വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ കണ്ട ബൈ റോഡ് വളരെയധികം ഉപകാരപ്രദം തന്നെയാണ്. നമുക്ക് ഇതിലൂടെ പോകാം. നമുക്കിനി നമ്മളിപ്പോൾ ഏതാണ്ട് പൊസിഷൻ, നമുക്ക് ഇവിടെ നടക്കുന്ന മെയിൻ വർക്കിൻ്റെ പൊസിഷനെല്ലാം നമ്മൾ ഏകദേശം കണ്ടിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഈ റോഡിലൂടെ പോകാം. നമുക്ക് റോഡിലൂടെ പോയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് മുന്നോട്ട് നമുക്ക് പോകണം. ഇപ്പോൾ ഇവിടെ ഈ റോഡിലൂടെ തന്നെയാണ് ഹെവി ലോറികളെല്ലാം, അതായത് മെറ്റലുമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും നടക്കുന്നതിനാൽ ലിങ്ക് റോഡിൻ്റെ അകത്തുകൂടി തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണലൊക്കെ വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് തന്നെയാണ്. ട്രഡ്ജ് ചെയ്ത മണലൊക്കെ ധാരാളം ആ റോഡിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിലെല്ലാം, അതായത് ഈ വീഡിയോൻ്റെ വലതുവശത്തെല്ലാം ധാരാളം ട്രഡ്ജ് ചെയ്ത മണൽ ഡംപ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്ലാബുമായിട്ട്, അതായത് നമ്മുടെ പാനലിംഗ് സ്ലാബുമായിട്ടുള്ള ലോറിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അവിടെ കൂടി ഒരു കാറ് വളരെ സാവധാനത്തിൽ ഇറങ്ങി വരും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും പോർഷൻ വരെ, അതായത് നമ്മൾ ഈ പറയുന്ന കാർ ഇറങ്ങി വന്ന ഈ ഹൈറ്റുള്ള ഈ പോർഷൻ വരെ, ഈ ഹൈറ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 2ാമത്തെ ബ്രിഡ്ജിലാണ്. അതായത് NH66 നിന്ന് വരുമ്പോൾ 2ാമത്തെ ബ്രിഡ്ജും, പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും, അങ്ങനെ 2 ബ്രിഡ്ജാണ്. അത് 2 വലിയ കുളമാണ്.
ഈ 2 വലിയ കുളത്തിന്മേൽ 2 ബ്രിഡ്ജ് ഓൾറെഡി വർക്ക് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ നമുക്കിനി ബാക്കിയുള്ള വർക്ക് കൂടി നടന്നാൽ മതി. നമ്മൾ ഈ കണ്ട നികത്തിയെടുക്കുന്ന പ്ലേസ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് കണ്ടു. പക്ഷേ ഈ പോർഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ ധാരാളം മണലും അതൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ക്ലീനാക്കി ഇപ്പോൾ ഈ പറയുന്ന ഇവിടെയുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല സ്ട്രീറ്റ് ലൈറ്റുകൾ ധാരാളമായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൽ കണക്ഷൻ വരെ ഇവിടെ നമുക്കിപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ സെൻട്രലിലൂടെയുള്ള പോർഷനുകൾ എനിക്ക് തോന്നുന്നു മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ്, ബാക്കിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഇൻ്റർലോക്ക് ചെയ്യാതെ ഈ സെൻട്രലിലെ പോർഷൻ അങ്ങനെയുള്ളത്. അത് വളരെ മനോഹരമായ കാഴ്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ പോർട്ടിൻ്റെ സെൻറ്ററിലൂടെയുള്ള ചെടികളുടെ പച്ചപ്പാർന്ന ചെടികളുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വരാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും കാണാൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എല്ലാം ഈ പറയുന്ന പിന്നെ സ്ട്രീറ്റ് ലൈറ്റിനെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പ്രൊട്ടക്ഷൻ വാളിൻ്റെ കുറച്ച് പോർഷൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ പോർഷനെല്ലാം ക്ലീനിങ് കഴിഞ്ഞു. സൈൻ ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർക്കുകളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും 2 വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ വർക്ക് നമ്മൾ ഇപ്പോൾ കണ്ട പോർട്ടിനോട് ചേർന്നിട്ടുള്ള പോർഷൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയതായിട്ടാണ് നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും. നമുക്ക് ഈ സൈഡിൽ വണ്ടി വെച്ചതിന് ശേഷം ഇവിടെ ഒരു ഹൈമാസ്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വർക്കൊക്കെ എത്രത്തോളമാണ് കഴിഞ്ഞത്? ലൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഈ ഹൈമാസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മൾ കഴിഞ്ഞ 1-2 ദിവസം മുന്നേ ഉള്ള വീഡിയോ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് ലൈറ്റ് ഫിക്സ് ചെയ്തെന്നാണ് അറിയേണ്ടത്. ഇത് നമുക്ക് പോർട്ടിൻ്റെ സൈഡിലെ പോർഷൻ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം കുറച്ച് ചെറിയ വർക്കുകളൊക്കെ റോഡ് ഡിവൈഡിങ് ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, KSRTC ബസ് മുന്നിലൂടെ പാസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് പോകേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈമാസ്റ്റിൻ്റെ ആ ലൈറ്റിൻ്റെ പോർഷനാണ്. കണ്ടോ, വളരെ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഹൈമാസ് ലൈറ്റ് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കുറച്ച് വ്യക്തമായിട്ട് കണ്ടോ, LED ലൈറ്റുകളാണ് എന്നാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ലൈറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ കാഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഹൈമാസിൻ്റെ തൊട്ട് താഴെ കണക്ഷൻ പാനലിങ്ങിൻ്റെ വർക്ക് പൂർത്തിയായി. കണക്ഷനും പൂർണ്ണമായിട്ടും കഴിഞ്ഞ് കാണണം. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് ആ വർക്കെല്ലാം. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് നിലവിൽ ഈ കാണുന്ന റോഡ് കോവളം, വിഴിഞ്ഞം, മുക്കോല എന്നീ സ്ഥലങ്ങൾ പാസ് ചെയ്ത് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ പോകുന്നത് പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പക്ഷേ ഇവിടെ നിന്നും ലോറി നേരെ തിരിഞ്ഞു പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. അതായത് ഹെവി സ്റ്റോണുമായിട്ട് ധാരാളം ലോറികളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ദിനം പ്രതി വന്നു പോകുന്നത്. അത് നമുക്ക് ഇവിടെ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് പോർട്ടിലേക്കുള്ള മെയിൻ ഗേറ്റിലേക്കുള്ള റോഡാണ് ഇവിടെ നിന്ന് കാണുന്നത്. വളരെ ദൂരെയായിട്ട് ഒരു STS ട്രെയിനിൻ്റെ ബോംബ് പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നതും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് NH66 മുതൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് വരെയുള്ള കണക്ഷൻ റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.